നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവത് നിജം. ശരിയാവും തോന്നില്ല. ചുമ്മാ ആവശ്യമല്ല നമ്മളിങ്ങനെ നടന്ന് ആടോടിനെതിരാണ്. ബാബാ ഇത്രേ ഉള്ളൂ. നമ്മൾ ചുമ്മാ കിടന്ന ആവശ്യമില്ലാത്ത ബലം പിടിക്കേണ്ട കാര്യം തോന്നുന്നു. അപ്പൊ ഇനി ഈ മല ഇങ്ങനെ വലിച്ച് മുകളിൽ കയറ്റുമായിരിക്കും. മലയുടെ മുകളിൽ കയറ്റിയിട്ട് പിന്നെ താഴത്തേക്ക് ഉരുട്ടി വിടും അല്ലേ? അതിന് നാരായണത്തെ പ്രാന്തനല്ലേ? ആരാണത് പ്രാർത്ഥന? ഞാൻ വാലിബൻ. അല്ല ഇത് പറഞ്ഞാ പോരെ, വാല് കാണണ്ടേ? ഏതാ ഇനം ഏതാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ വാലിബൻ. ഏത് വാലിബൻ? മനസ്സിലായില്ലേ? മലൈക്കോട്ട് വാലിബൻ. നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവതെല്ലാം നിജം. പാക്ക് സുഗന്ധ ശ്വാസത്തിന് നിജാം പാക്ക്. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. എനിക്ക് നിനക്ക് എന്ന് എല്ലാരും ചോദിച്ചു വാങ്ങുന്ന പാക്ക് നിജാം പാക്ക്. നിജാം പാക്ക്. ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞതിന്റെ പുറകെ വന്ന സാധനമല്ലേ അത്? അത് നമ്മളെ ഈ ഒരു നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവതെല്ലാം നിജം. നിജാം പാക്ക് സുഗന്ധ ശ്വാസത്തിന് നിജാം പാക്ക്. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. എനിക്ക് നിനക്ക് ഉനക്ക് എല്ലാരും ചോദിച്ചു വാങ്ങുന്ന പാക്ക് നിജാം പാക്ക്. നിജാം പാക്ക്. പാറടമണ്ടിരിക്കുന്ന ചാക്ക് എന്താണ്? ഇതാ അത് കാണിച്ചു തരാം. ഇതാ ഇത് നിങ്ങൾ ഇവിടെ അടിച്ച ചെളിയില്ലേ? ആ ചെളി 5-6 വർഷം കൊണ്ട് അടിക്കുന്ന ചെളിയാണല്ലോ. അതൊരു വലിയ കല്ലായി. അത് ഞാൻ എടുത്തോണ്ട് വന്നതാണ്. അല്ല ഇത്രയും വലിയ കല്ല് അവിടെ എങ്ങനെ വന്നു? അതെ, ഉല്ലാസിന്റെ മിമിക്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉല്ലാസിന്റെ മിമിക്രി കഴിയുമ്പോ എറിയാൻ വെച്ചിരുന്ന കല്ലാണിത്. ഓ ശരി. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് ഉല്ലാസിന് ഒരു ഉപകാരത്തിന് കൊണ്ടുവന്നാണ്. പിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ബിനീഷ് ബാസിന്റെ ഗാനമുള്ള തൃപ്പൂണിത്തുറ ഉണ്ടല്ലേ? ഉണ്ട് അവിടെ ഉണ്ട്. അല്ല ഇവിടുത്തെ സംഘാടകർക്ക് ഉപകാരപ്പെടും. ഉണ്ട്. 2 എറിയറിയാലോ. നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവതെല്ലാം നിജം. നിജാം പാക്ക്. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. എനിക്ക് നിനക്ക് എല്ലാരുമേ ചോദിച്ചു വാങ്ങുന്ന പാക്ക് നിജാം പാക്ക്. ഇത് സൈഡ് ഇനി നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത രഹസ്യം ഞാൻ പറയട്ടെ. എന്റെ അമ്മയച്ഛനും ഭയങ്കര ഗുസ്തിക്കാരായിരുന്നു. അമ്മയച്ഛനും ഗുസ്തിക്കാരൻ? അതെ, അവർ ഡെയിലി ഗുസ്തിയായിരുന്നു. ഞങ്ങൾ അത് വിശ്വസിക്കില്ല. അതെ, വിശ്വസിക്കത്തില്ല. അതെങ്ങനെ വിശ്വസിക്കും? തെളിവാ. എന്റെ അച്ഛനും അമ്മയ്ക്കും 12 മക്കളായിരുന്നു. അതിൽ 12ാമത്തവനാ ഞാൻ. ഞാനാണ് ഏറ്റവും കൂടുതൽ അതിൽ സുന്ദരനും ഏറ്റവും കൂടുതൽ അഭ്യാസിയും. മലൈക്കോട്ട് വാലിബൻ. ആ 12 പേരിൽ ഏറ്റവും സുന്ദരനും ആരോഗ്യവാനും അഭ്യാസിയൊക്കെ നിങ്ങൾ? ഞാനായിരുന്നു. ബാക്കി 11 അവസ്ഥ എന്തായിരിക്കും? നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവതെല്ലാം വന്നില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്യൂ. നീ കണ്ടതെല്ലാം പോയി. ചുമ്മാ ഇരുന്നാ മതി. ഇനി കാണപ്പോവതെല്ലാം ചെവി പറഞ്ഞാൽ മതി ബാക്കി. നിജം. നിജാം പാക്ക്. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. എനിക്ക് നിനക്ക് എന്നും എല്ലാരുമേ ചോദിച്ചു വാങ്ങുന്ന പാക്ക് നിജാം പാക്ക്. സത്യത്തിൽ നിങ്ങൾ വാലിബനാണോ അതോ റിസർച്ചറാണോ? സൗന്ദര്യം കണ്ടുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ വാലിബനാ. ഈ വാലിബനെ മല്ലയത്ത് തോപ്പിക്കാൻ ആരുണ്ട് ഇവിടെ? ഞാനില്ല. ആരുണ്ട് ഇവിടെ? അതിനുശേഷം നിന്നെ പനയോലയിൽ വലിച്ചു കെട്ടി കിടത്തിക്കൊണ്ടു പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി. പോര് കഴിഞ്ഞിട്ട് പോകുമ്പോ അമ്മയ്ക്ക് കുത്തി നടക്കാൻ ഇവന്റെ നട്ടല്ലൂരി തരാൻ നിനക്ക്. അതിന് ഇവന് നട്ടലില്ലല്ലോ. എന്നാ പിന്നെ ഇവന്റെ നട്ടല്ലായാലോ? എന്റെ ചേട്ടൻ നട്ടൽ ആണെങ്കിൽ ഇവിടെ നിൽക്കണ്ട. നീ കണ്ടതെല്ലാം പോയി. ഉമ്മ ഇരുന്നാ മതി. ഇനി കാണപ്പോവതെല്ലാം നിജം. നിജാം പാക്ക്. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. എനിക്ക് നിനക്ക് എല്ലാരുമേ ചോദിച്ചു വാങ്ങുന്ന പാക്ക് നിജാം പാക്ക്. ഇതെങ്ങനെ വരാൻ കാരണം? ഞങ്ങളോട് ചോദിക്കും. രണ്ടുകൂടെ പ്ലാൻ ചെയ്ത് വന്നിട്ട്. അല്ല ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. എന്നോട് വല്ല നടത്താൻ ആരുണ്ട് ഇവിടെ?
നിനക്ക് ചുമയുണ്ട് ആശുപത്രി പോകണോടാ. നമ്മുടെ പേരിലൊരു കുസ്തിയുണ്ട്. ചുമ സുമോ കുസ്തി. അപ്പൊ പിന്നെ സുമ ഇറങ്ങണം. ഈ 12 മക്കളിൽ എന്നെ കണ്ടാൽ ആരും ഏത് പെമ്പിളരും ഒന്ന് നോക്കും, ഒന്ന് പ്രേമിക്കും. അതാണ് മലയക്കൊട്ട് വാലിബൻ. നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവതെല്ലാം നിജം. താമ്പൂലം നിറയാൻ നിജാം പാക്ക്. അത് 2 പാക്കെടുത്ത് നീ ചവയ്ക്കടാ, അപ്പൊ നിന്റെ തൊണ്ടവേദന മാറി കിട്ടും.